കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ ശനിയാഴ്ച നടക്കേണ്ടിയിരുന്ന മത്സരങ്ങൾ മാറ്റിവെച്ചു. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് തിരുവമ്പാടി എംഎൽഎ CK കാസിം ജാഗ്രതാ നിർദ്ദേശം നൽകി. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ കനത്ത മഴ തുടരുന്നു. മഴയെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. നിരവധി റോഡുകളിലും വീടുകളിലും വെള്ളം കയറിയ അവസ്ഥയാണ്. മലയോരത്തെ പ്രധാനപ്പെട്ട നദിയായ ഇരുവഴിഞ്ഞിപ്പുഴ, കോടഞ്ചേരി പഞ്ചായത്തിലെ ചാലിപ്പുഴ, കൂടരഞ്ഞി പഞ്ചായത്തിലെ ഉറുമി ഉൾപ്പെടെയുള്ള പുഴകളിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ശക്തമായ മലവെള്ളപ്പാച്ചിലാണ് അനുഭവപ്പെടുന്നത്. ജില്ലയിൽ ശനിയാഴ്ച റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും പുഴയിൽ ജലനിരപ്പ് അപകടകരമായ രീതിയിൽ ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ മലബാർ റിവർ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ശനിയാഴ്ച നടത്താനിരുന്ന കയാക്കിംഗ് മത്സരങ്ങൾ നിർത്തിവെച്ചതായി അധികൃതർ അറിയിച്ചു. മലയോര മേഖലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് തിരുവമ്പാടി നിയോജകമണ്ഡലം MLA CK കാസിം ജാഗ്രതാ നിർദ്ദേശം നൽകി. ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടായാൽ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും MLA CTV പ്രാദേശിക വാർത്തകളോട് പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ മഴ ശക്തമായി തുടരുകയാണ്. മലയോര മേഖലയുടെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും കുട്ടികളൊന്നും തന്നെ ഒരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങരുത് എന്നുള്ള ഒരു അറിയിപ്പാണ് നമുക്ക് കൊടുക്കാനുള്ളത്. കാരണം എല്ലായിടത്തും വെള്ളക്കെട്ടുകളാണ്. മാത്രമല്ല, വാഹന ഗതാഗതം ഉപയോഗിക്കുന്നവർ തന്നെ വളരെ കരുതലോടെ പോകണം. റോഡിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അവിടെ അടിവാരം ഈങ്ങാപ്പുഴ ഭാഗത്ത് റോഡിൽ വെള്ളമുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ മലപ്പുറം കോടഞ്ചേരി റോഡിൽ ഭയങ്കരമായ വെള്ളക്കെട്ടാണ്. അത് അടിയന്തരമായി പരിഹരിക്കുന്നതിന് കരാറുകാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പല മേഖലയിലും മണ്ണിടിച്ചിലും അതോടൊപ്പം തന്നെ ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്ന് വീഴുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വൈദ്യുതി ഉള്ള ലൈനുകളാണോ എന്നുള്ള കാര്യം വളരെ പരിശോധിക്കണം. KSEBയോട് വളരെ അടിയന്തരമായി അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടെ മുന്നോട്ട് പോകണം. നമ്മുടെ മലബാർ റിവർ ഫെസ്റ്റിവലിൻ്റെ 2ാം ദിനമായ ഇന്ന് വലിയ വെള്ളവും ആയതിൻ്റെ പേരിലും ഈ മത്സരം നടത്താൻ പറ്റുന്ന സാഹചര്യമല്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്നത്തെ മത്സരം മാറ്റിവെച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ആ മേഖലയിൽ വരുന്ന ആളുകൾ ഒരു കാരണവശാലും ആ പ്രദേശത്തേക്ക് ഇപ്പോൾ കടന്നു പോകരുത്. ഇവിടെ കൃത്യമായി നമ്മൾ റോഡുകളും സംവിധാനങ്ങളും ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ബന്ധപ്പെട്ട സെക്യൂരിറ്റിയുടെയും ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ നിർദ്ദേശം കൃത്യമായി പാലിക്കണം. ആരും അത് മറികടന്ന് പോകരുത്. അപകട സാധ്യത വളരെ കൂടുതലാണ്. അവിടെയുള്ള എക്യുപ്മെൻറ്റിലും മറ്റു കാര്യങ്ങളൊക്കെ വെള്ളം കയറുന്നതുകൊണ്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും വലിയ കരുതലോടുകൂടി എല്ലാവരും ശ്രദ്ധിച്ച് നിൽക്കുക. എന്ത് അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിലും നമുക്ക് അടിയന്തരമായി ഇടപെട്ട് മുന്നോട്ട് പോകാൻ പറ്റും. കനത്ത മഴ തുടർന്ന സാഹചര്യത്തിൽ പ്രദേശത്ത് സുരക്ഷാ നിയന്ത്രണങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം വിലക്കി. അനാവശ്യമായ രാത്രിയാത്രകളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്നതും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവമ്പാടി.